നമസ്കാരം. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് മയക്കുമരുന്ന് ലോബിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുകയും പരപ്പന അഗ്രഹാര ജയിലിൽ കിടത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിലധികമാണ് ബിനീഷ് കോടിയേരി ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയേണ്ടി വന്നത്. എന്നാൽ ഈ സമയത്തെല്ലാം CPM എന്ന പാർട്ടിയുടെ നിലപാട് ആരോപണ വിധേയരായവർ മാറി നിന്ന് അഥവാ ആരോപണ വിധേയരായവർ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകട്ടെ, അന്വേഷണത്തെ നേരിടട്ടെ എന്ന് തന്നെയായിരുന്നു അന്നുള്ള അഭിപ്രായം. ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്നതിന് ശേഷം ബിനീഷ് കോടിയേരിയുടെ അച്ഛനായ കോടിയേരി ബാലകൃഷ്ണന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇന്നും ഓർമ്മിക്കുന്നുണ്ടാവും. ആരോപണ വിധേയരായവർ മാറി നിന്ന് അന്വേഷണത്തെ നേരിടട്ടെ എന്ന അന്നത്തെ CPMന്റെ നിലപാടിൽ എന്നാൽ ഇന്ന് മാറ്റം വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിയിരിക്കുന്നു എന്ന ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുറത്തു വന്നതിനെ തുടർന്ന് CPMലെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും തന്നെ, പേരെടുത്ത് പറഞ്ഞാൽ AK ബാലൻ, തോമസ് ഐസക്, P ജയരാജൻ മുതലായവരെല്ലാവരും തന്നെ വീണ വിജയനെയും മുഖ്യമന്ത്രിയെയും ന്യായീകരിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലടക്കം സൈബർ സഖാക്കൾ എല്ലാവരും തന്നെ വീണ വിജയനെയും എക്സാലോജിക്കിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നതിന്റെ തിരക്കിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് CPMൽ രണ്ട് തരത്തിലുള്ള നീതി നടപ്പാക്കുന്നത് എന്നാണ് ഇപ്പോൾ പല CPM അനുഭാവികളും പ്രവർത്തകരും അടക്കം പറയുന്നത്. CPMന്റെ സൗമ്യമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന് ഈ കേസിൽ നിന്നും, അതായത് മകന്റെ കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇപ്പോഴും ആ പദവിയിൽ തന്നെ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ പേരിലാണ് എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിക്കെതിരെ ബംഗളൂരു ROCയും മറ്റു കേന്ദ്ര അന്വേഷണ ഏജൻസികളും കൃത്യമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അവർ അന്വേഷണത്തെ നേരിടുന്നു. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് വീണ വിജയന്റെ കമ്പനി. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് കിട്ടിയിരിക്കുന്നു. ഇവർ കമ്പനികാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്ന ഹർജിയിൽ പോലും, നോട്ടീസിൽ പോലും കള്ളത്തരങ്ങൾ കാണിച്ചു എന്ന് തന്നെയാണ്. 2022 വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ പ്രവർത്തനം നിർത്തുന്നതായി, കമ്പനി നഷ്ടത്തിലാണ് എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണിച്ചിരുന്നു എല്ലാ നികുതി ഇടപാടുകളും താൻ തീർത്തിട്ടുണ്ട്, എന്നാൽ കമ്പനി നഷ്ടത്തിലാണ്, ഇപ്പോൾ ഇടപാടുകളൊന്നും 2 വർഷക്കാലമായി നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ആ നോട്ടീസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് കള്ളമാണ് എന്ന് തന്നെയാണ് പിന്നീട് തെളിയിക്കപ്പെട്ടിരുന്നത്. കാലയളവിൽ തന്നെ, അതായത് 2 വർഷത്തോളമായി കമ്പനിക്ക് യാതൊരു ഇടപാടുകളും ബന്ധമില്ല എന്ന് വീണ വിജയൻ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ തന്നെയാണ് CMRL അടക്കമുള്ള കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ 1,72,00,000 വരെ മറ്റു പല കമ്പനികളിൽ നിന്നും ഏതാണ്ട് 135 കോടി രൂപയുടെ പണമാണ് വീണ വിജയനും വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. വസ്തുതാപരമായ രേഖകൾ നിരത്തിക്കൊണ്ട് അവർ അന്വേഷണ ഏജൻസികൾക്ക് അത്തരം വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. ഇതിൻ പ്രകാരം അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വീണ വിജയനും വീണ വിജയന്റെ കമ്പനിക്കും നോട്ടീസ് അയച്ചിരിക്കുന്നതും. ബംഗളൂരു ആസ്ഥാനമായ ROC ഇതിൽ കൃത്യമായ ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ പിണറായി വിജയനും പരോക്ഷമായി പങ്കുണ്ട് എന്ന് തന്നെയാണ് ROCയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ ചുമതലയിലുള്ള KSIDC എന്ന കമ്പനിക്ക് CMRL കമ്പനിയിൽ 13% ഓഹരിയുണ്ട്. സർക്കാരിന്റെ സ്ഥാപനമായ ഈ സ്ഥാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളതിനാൽ തന്നെ KSIDCയും CMRLും തമ്മിൽ ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ കരാർ ലംഘനത്തിൽ, അല്ലെങ്കിൽ ഈ കരാറിന് കൃത്യമായി മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിവാകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ബംഗളൂരു ROC കണ്ടെത്തിയിരിക്കുന്നത്. പരോക്ഷമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും ഈ കേസിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ROC പറയുന്നത്. ROCയുടെ ഈ കണ്ടെത്തലിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയും EDയും വീണ വിജയനും എക്സാലോജിക്കിനുമെതിരെ അന്വേഷണം വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു, ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് ഒരു
ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. മാസപ്പടി വിവാദം കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഷോൺ ജോർജിന്റെ ആവശ്യം. അതുപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ വീണ വിജയനും എക്സാലോജിക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ വീണ വിജയനെയും എക്സാലോജിക്കിനെയും തങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. ബംഗളൂരു ROCയുടെ ഈ കണ്ടെത്തലുകൾ കൃത്യമായി തന്നെ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. ഈ കേസ് EDയോ CBIയോ അന്വേഷിക്കണം എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ തീർച്ചയായും വീണ വിജയൻ ഈ കേസിൽ അകത്തു പോകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. KSIDC സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനമായതിനാൽ ഈ സർക്കാരിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നതിനാൽ CMRലും KSIDCയും ചേർന്ന് നടത്തിയ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്, പരോക്ഷമായി മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്നതിനാൽ മുഖ്യമന്ത്രിയും അന്വേഷണ വിധേയമായി തന്നെ ഒരുപക്ഷെ ജയിലിലാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും എതിരെ കേസുകൾ കുരുക്ക് മുറുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതിനിടെ CPMൽ ശക്തമായ പടലപ്പിണക്കങ്ങളും അടിയൊഴുക്കുകളും നടക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നു. പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പിരിഞ്ഞു നിൽക്കുന്ന മുൻ മന്ത്രി കൂടിയായ G. സുധാകരനും ശൈലജ ടീച്ചറുമെല്ലാം ഇപ്പോൾ ഒരു അച്ചുതണ്ടായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം മറ്റേതെങ്കിലും മുഖ്യമന്ത്രി വരും എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെ ഇപ്പോൾ പുറമെ പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വന്നുകൂടായികയില്ല എന്നൊരു അഭിപ്രായം പറയുകയുണ്ടായി. ഈ അഭിപ്രായ സൂചികയെല്ലാം കൃത്യമായ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. CPMൽ പിണറായി വിജയന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. വീണ വിജയനും പിണറായി വിജയനുമെതിരെയുള്ള കേസുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ആരോപണങ്ങൾക്ക് വിധേയരായവർ അന്വേഷണത്തെ നേരിടട്ടെ എന്നുള്ള CPMന്റെ പഴയ സിദ്ധാന്തം പ്രകാരം മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്ന് തന്നെയാണ് CPMനകത്തു നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ അടക്കം പറയുന്നത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. G. സുധാകരനും ശൈലജ ടീച്ചറുമെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയന് പുറത്തു പോകേണ്ടതായി വരും എന്ന് തന്നെയുള്ള വാർത്തകളും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും CPMനകത്തുള്ള ഇത്തരം അടക്കം പറച്ചിലുകൾക്ക് സ്ഥിരീകരിക്കാത്തക്ക രീതിയിലുള്ള വാർത്തകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു സംസാരം നടക്കുന്നുണ്ട്. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദത്തിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അടക്കം പറച്ചിലുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ അങ്ങനെ CPMനകത്ത് ഒരു കോക്കസ് രൂപപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ CPMലെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള നേതാവെന്ന രീതിയിൽ ശൈലജ ടീച്ചറെ തന്നെയായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തി കാണിക്കുവാൻ CPM താല്പര്യപ്പെടുക എന്ന് തന്നെയുള്ള വാർത്തകളാണ് അറിയുന്നത്. എന്നാൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ മാഷോ LDFന്റെ കൺവീനറായ EP ജയരാജനോ ഇതിൽ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ അവരിപ്പോഴും മൗനം ദീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള എക്സാലോജിക് എന്ന കമ്പനി മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ മറ്റു പല വിവാദങ്ങളിലും പെട്ട് ഉഴലുമ്പോൾ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ എക്സാലോജിക്കിനെ തേടി വരുമ്പോൾ വീണ വിജയനും മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പദത്തിൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്.